അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇന്ന് നമ്മൾ റഹ്മത്തുള്ളാഹി ഉസ്താദിന്റെ വീട്ടിലാണ്. റഹ്മത്തുള്ളാഹി ഉസ്താദ് എൻ്റെ ഒരു പഴയ സുഹൃത്താണ്. പല പള്ളികളിലും മഹല്ലുകളിലും ഒക്കെ സേവനം ചെയ്യുന്ന മദ്രസകളിലൊക്കെ ഇന്നും ഈ രംഗത്ത് ഒരുപാട് ഇൽമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഉസ്താദിൻ്റെ വീട്ടിൽ ഞാൻ കുഞ്ഞു മക്കൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ പുസ്തകങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരിശീലനത്തിന് നമ്മളിവിടെ വന്നതാണ് കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ചെറിയ ഒന്ന് രണ്ട് പാട്ടുകൾ ഞങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പാടാം മക്കളെ. മക്കളെ ഒന്ന് പരിചയപ്പെടുക. ഇത് അബ്ദുറഹ്മാനാണ്, ഇത് ഫാത്തിമത്തുൽ ബത്തൂലാണ്. മോൻ്റെ പേര് മുബാറക്ക് അല്ലേ? ആരാ മോൻ്റെ പേരെന്താ? മോടെ പേരെന്താ? മോൻ്റെ പേരെന്താ? മുബാറക്ക്. മാഷാ അല്ലാഹ്, 3 മക്കള്. അല്ലാഹു തആല നമ്മുടെ മക്കളെ എല്ലാം സാലിഹ്യങ്ങളിൽ പെടുത്തുമാറാകട്ടെ. ആമീൻ. കൺകുളിർമയുള്ള സന്താനങ്ങളായ അല്ലാഹു തആല ഇരുലോകത്ത് ഉപകരിക്കട്ടെ. ആമീൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ പുസ്തകത്തിൽ ഒരു പാട്ടുണ്ടല്ലോ മക്കളെ, കുട്ടിയും കാറ്റും. ആ പാട്ടാണ് ആ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഒന്ന് പറയുകയും പാടുകയും ചെയ്യാണ്. അപ്പൊ ഒരു കുട്ടി പറയുന്നതാണ്, എന്താണ്, കാറ്റിനെ കണ്ടുകൊണ്ട് പറയാണ് അല്ലേ? ഞാനൊന്ന് പാടിത്തരാം, അത് കേട്ട് മക്കൾ പാടണം കേട്ടോ. കുഞ്ഞിക്കാറ്റേ പൂങ്കാറ്റേ കുഞ്ഞോളം പോൽ വന്നാട്ടെ, കുഞ്ഞിക്കാറ്റേ പൂങ്കാറ്റേ കുഞ്ഞോളം നീ വന്നാട്ടെ, കുഞ്ഞിക്കാറ്റേ പൂങ്കാറ്റേ കുഞ്ഞോളം പോൽ വന്നാട്ടെ, കുഞ്ഞിക്കാറ്റേ പൂങ്കാറ്റേ കുഞ്ഞോളം പോൽ വന്നാട്ടെ. നിന്നെ കാണാൻ കൊതിയുണ്ടേ കുഞ്ഞിക്കരളിൽ മലയോളം, നിന്നെ കാണാൻ കൊതിയുണ്ട് കുഞ്ഞിക്കരളിൽ മലയോളം. എന്താ കുട്ടി പറഞ്ഞെന്നറിയോ? കുട്ടി പറയാണ്, ഈ കാറ്റില് നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ കാറ്റ് കാണുന്നില്ലേ, ഇലയിലൊക്കെ ചലിക്കുന്ന കാണുന്നില്ലേ? അപ്പൊ ഇത് കണ്ടോണ്ടൊരു കുട്ടി പറയാണ്, ഈ കാറ്റിനെ ഒന്ന് കാണണമെന്ന് അല്ലേ? അപ്പൊ കാറ്റ് പറയുന്നൊരു മറുപടി ഉണ്ട്. എന്താ പറയുന്നത്? കുഞ്ഞേ അക്കൊതി നന്നല്ല. എന്താണ്? കുഞ്ഞേ അക്കൊതി നന്നല്ല, എന്നെ കാണാൻ പറ്റില്ല, എന്നെ കാണാൻ പറ്റില്ല. അതിന് കാറ്റൊരു തെളിവ് പറഞ്ഞു കൊടുക്കുക. നമ്മെ പോറ്റി വളർത്തുന്ന, എന്താണ്, നമ്മെ പോറ്റി വളർത്തുന്ന റബ്ബാണുത്തമ ദൃഷ്ടാന്തം, റബ്ബാണുത്തമ ദൃഷ്ടാന്തം. അതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. കാരണം അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്തിനെ കുറിച്ച് മനസ്സിലാക്കണം? അതിനകത്ത് കുറേ പാട്ടുകൾ വേറെയുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് പാട്ടുകളുണ്ട്. താണ്ടെ, നോക്കൂ നോക്കൂ ആകാശം, നമ്മുടെ മേലെ ആകാശം, ചൂടും വെയിലും നൽകും സൂര്യൻ, ചില നേരത്ത് തീഗോളം, അമ്പിളി കണ്ടോ ചിരിതൂകി, അമ്പരമാകെ നിറമേകി, ലംഘിമിനുങ്ങും താരങ്ങൾ, പുഞ്ചിരി അഞ്ചുന്ന ആകാശം. കുട്ടികളെ നാം ചിന്തിക്കൂ, ഇവയുടെ പിന്നിൽ ആരാണ്? നമ്മുടെ നാഥൻ അല്ലാഹു. നമ്മുടെ നാഥൻ കണ്ടോ? നമ്മളുടെ ആ പാട്ടിനോട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തില്ലേ അല്ലേ? നമ്മൾ ഈ മരങ്ങളെയും ചെടികളെയും നോക്കിക്കൊണ്ടൊരു പാട്ട് പാടാം കേട്ടാ. ചുറ്റും നോക്കൂ കുട്ടികളെ, കണ്ടില്ലേ പൂമ്പാറ്റകളെ, മരവും ചെടിയും പൂവുകളും, മലയും പുഴയും തോടുകളും, അമ്പിളി സൂര്യൻ ഗോളങ്ങൾ, ആയിരം ആയിരം താരങ്ങൾ, ഒക്കെ പടച്ചവൻ ആരാണ്? ഒക്കെ പടച്ചവൻ അള്ളാഹു ആണ്. കണ്ട, അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? ഇനി വേറൊരു പാട്ട് പാടാം. പാരിതിലെങ്ങും വെട്ടം നൽകി ശോഭ വരുത്തിയത് അള്ളാഹു, പന്ത് പിടിച്ച് കറക്കും മാതിരി ഭൂമി കറക്കും അള്ളാഹു, ഗാലക്സികളും ഗോളാദികളും പടച്ച റബ്ബാണ് അള്ളാഹു, ഓർക്കുക ഓക്സിജൻ നേരത്തെല്ലാം നമുക്ക് നൽകിയത് അള്ളാഹു, വിതച്ച വിത്തുകൾ മുളച്ചു പൊന്തി ചന്തം നൽകിയതല്ലാഹു, രാവും പകലും നൽകി ജീവിത കൂട് വിതച്ചതും അള്ളാഹു ചെയ്യുന്ന പരിപാടികൾ കണ്ട. അപ്പൊ അള്ളാഹു താലയാണ് നമ്മളെ സൃഷ്ടിച്ചത് അല്ലേ? നമ്മളെ സൃഷ്ടിച്ച ആരാണ്? അള്ളാഹു. ഈ സൃഷ്ടിച്ചതിന് ഒരു ലക്ഷ്യമുണ്ട് അള്ളാഹുവിന്. എന്തുണ്ട് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലോകത്ത് ജീവിച്ച് ഇനി കഴിഞ്ഞാൽ നമുക്ക് ഇനിയൊരു ജീവിതം കിടപ്പുണ്ട് അല്ലേ? നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മൾ ഖബറിൽ കൊണ്ടടക്കത്തില്ലേ? അവിടെ ഒരു ജീവിതമുണ്ട്, അത് ബർസഖിയായ ജീവിതം എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ജീവിതമുണ്ട്, അത് മഹ്ശറ എന്ന് പറയും അല്ലേ? എന്നിട്ട് ആ മഹ്ശറയിൽ തന്നെ എന്ത് ചെയ്യും? അത് ഭീകരമായ ദിവസമാണ് അല്ലേ?
ഖിയാമത്തൊന്നൊരു കൊടുന്തീനം വരും, കിടുകിട വിറച്ചൊടുങ്ങിടും, എല്ലാം മരിച്ചു പോയുള്ള മനുഷ്യരെ എല്ലാം ജനിപ്പിക്കും വീണ്ടും അള്ളാഹ്. അല്ലേ, അങ്ങനെ പാട്ടുണ്ട്, നമുക്ക് പാടാം. അപ്പൊ അങ്ങനെ ഒരു ദിവസം നമുക്ക് നേരിടാനുണ്ട്. ആ ദിവസവും കഴിഞ്ഞിട്ടാണ് പിന്നെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ ലോകത്ത് നന്മകൾ ചെയ്ത എവിടെ പോവാം നമുക്ക്? സ്വർഗത്തിൽ പോവാ. തിന്മകളും അള്ളാഹുവിന് പൊറുക്കാത്തതും അതേപോലെ മനുഷ്യന്മാരെയൊക്കെ ദ്രോഹിക്കുകയും ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്ത് അള്ളാഹ് പറഞ്ഞത് അനുസരിക്കാതെ ജീവിക്കുന്നവരെവിടെ പോവും? നരകത്തിലും പോവും. നമ്മളെവിടെ പോകണം? സ്വർഗത്തിൽ പോകണം, അല്ലേ? നല്ല കാര്യങ്ങൾ ചെയ്ത് നന്മകൾ മാത്രം ചെയ്ത് എവിടെ എത്തണം? എല്ലാവർക്കും നന്മ, അല്ലേ? നമ്മുടെ അയൽവാസിക്കൊക്കെ നന്മ ചെയ്യണം. അവർക്ക് എല്ലാവർക്കും, അല്ലേ? അയൽവാസികളെ കണ്ടില്ലേ, അവരെ ദ്രോഹം ചെയ്യല്ലേ, ഹിന്ദു മുസൽമാൻ ആരായാലും സ്നേഹം വേണം അറിയില്ലേ, വേണ്ട സഹായം ചെയ്യണം, ചെയ്താൽ ഗുണമാണ് അറിയണം, ഉള്ളവരെന്നും ഇല്ലാത്തവരെ ഓർക്കണമെന്നും അറിയണം, എല്ലാം കാണും റബ്ബല്ലേ നമുക്ക് വേണ്ടത് തന്നില്ലേ, അവനുടെ മുന്നിൽ ഒരു നാൾ നമ്മൾ എത്തണമെന്നും അറിയില്ലേ. നമ്മൾ എവിടെ എത്തും? നാളെ സ്വർഗത്തിൽ എത്തും. അതിന് നമ്മൾ ഈ വീടെന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ഏത്? അള്ളാഹുവിനെ എപ്പോൾ കാണാൻ പറ്റുമെന്ന് ആ വീട്ടിനകത്ത് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? അപ്പൊ വീടെന്ന് പാടി നോക്കെ. വീട് നല്ല വീട്, എന്റെ സ്വന്തം വീട്, ഉപ്പയുള്ള വീട്, ഉമ്മയുള്ള വീട്, സ്നേഹമുള്ള വീട്, നന്മയുള്ള വീട്, റബ്ബ് തന്ന വീട്, എന്റെ സ്വന്തം വീട്. അല്ല, ആ പാട്ടിന്റെ താഴെ വേറൊരു പാട്ട് കിടക്കുന്നില്ലയോ? ഇനി നമുക്കൊരു ശാശ്വതമായ വീടുണ്ട്. ഏതാ? എന്നെന്നും നിലനിൽക്കുന്നൊരു വീടുണ്ട്. അതാണ് പരലോക വീട്, അല്ലെ? സ്വർഗത്തിൽ. അല്ലേ? ആ പാട്ടിനെ ഒന്ന് പാടി നോക്കെ. പരലോകത്തൊരു വീടുണ്ട്, സ്വർഗമതെന്ന വീടുണ്ട്, പാലാറവിടെ ഒഴുകുന്നു, തേനാറവിടെ ഒഴുകുന്നു, മധുരഫലങ്ങൾ വിളയുന്നു, റബ്ബിനെ നേരിൽ കാണുന്നു, ആശകളെല്ലാം വീടുന്നു, എന്നുടെ ലക്ഷ്യമതേ സ്വർഗം. അണ്ട, നമുക്ക് ആദ്യത്തെ പാട്ടിന്റെ മറുപടി ഇതിനകത്ത് നിന്ന് കിട്ടി, അല്ലേ? ആ കാറ്റ് പറഞ്ഞില്ല, പറഞ്ഞത് കുഞ്ഞിക്കാറ്റേ പൂങ്കാറ്റേ കുഞ്ഞോളം പോൽ വന്നാട്ടെ, നിന്നെ കാണാൻ കൊതിയുണ്ട് കുഞ്ഞിക്കരളിൽ മലയോളം. അപ്പൊ കാറ്റ് മറുപടി പറഞ്ഞില്ല, കുഞ്ഞേ അക്കൊതി നന്നല്ല, എന്നെ കാണാൻ പറ്റില്ല, നമ്മെ പോറ്റി വളർത്തുന്ന റബ്ബാണ് ഉത്തമ ദൃഷ്ടാന്തം. അപ്പൊ ആ റബ്ബിനെ എവിടെ വെച്ച് കാണാം? നമ്മൾ ഈ പാട്ടിൽ പഠിച്ചത് പരലോകത്ത് വെച്ച്, സ്വർഗത്തിൽ വെച്ച് കാണാൻ പറ്റത്തുള്ളൂ. ആരെ? പക്ഷെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സൂര്യൻ ഉദിപ്പിക്കുന്ന ആരാണ്? അള്ളാഹു. രാത്രി വരുത്തുന്ന ആരാണ്? സസ്യങ്ങൾ മുളപ്പിക്കുന്ന ആരാണ്? ഇതൊന്നും ഒരു മനുഷ്യ ദൈവത്തിനെ കൊണ്ട് കഴിയുമോ? മനുഷ്യന്മാരെ കൊണ്ട് കഴിയുമോ? ഇല്ല. ഇതിന്റെ പിന്നിലെല്ലാം ആരുടെ ശക്തിയാണ്? അള്ളാഹുവിന്റെ അപാരമായ ശക്തി, അല്ലേ? അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് 41 സിഫത്തുകളുണ്ട്. എത്ര സിഫത്തുണ്ട്? 20 വാജിബുണ്ട്, 20 മുസ്തഹീലുണ്ട്, 1 ജായിസും ഉണ്ട്, അല്ലേ? അവിടെ വാജിബായ സിഫത്തൊക്കെ നമുക്ക് പാട്ടിലൂടെ പഠിക്കണം. അള്ളാഹുവിന് വാജിബായ സിഫത്ത് 20, എൻ പൊന്നുമക്കളെ പഠിക്കൽ വാജിബാണത്. 1 വുജൂദാണ് ഖിദം, പിന്നെ ബഖാ, 3 റബ്ബിനെന്നും ചെയ്യ് സനാ എന്ന് പറഞ്ഞ പാട്ടൊക്കെ പഠിക്കണം നമുക്ക്. ഇൻഷാ അല്ലാഹ് അതിന്റെ ചാർട്ടുകൾ ഞാൻ കൊണ്ടുത്തരാം. നമുക്ക് ഇവിടെ തൂക്കിയിട്ടിട്ട് അതിങ്ങനെ പഠിക്കണം. അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾ പാടണം. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനമല്ല അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. കൊട്ടുകാട് അബ്ദുസ്സലാം മുസ്ലിയാരുമായി ഞാൻ നേരത്തെ തന്നെ നല്ല പരിചയവും ബന്ധവും ഉണ്ട്. ആ അടിസ്ഥാനത്തിൽ ഉസ്താദിൻ്റെ ഭാഗത്ത് നിന്ന് കുട്ടികളുടെ വളർച്ചയ്ക്ക് പര്യാപ്തമായ പുസ്തകങ്ങളും മറ്റുമൊക്കെ ഉള്ളത് ഞാൻ അറിവിൽപ്പെട്ടു, ഞാൻ കണ്ടു. അത് കൊണ്ടുവന്ന് എൻ്റെ പൊന്നോമന മക്കൾക്ക് കൊടുത്തു. അപ്പോൾ അവർ നന്നായി അത് വായിക്കുന്നുണ്ട്, അത് പാടുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഇതൊരു പരിശീലനം എന്ന നിലക്ക് ഞാൻ ഉസ്താദിനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞാൽ ഞാൻ വരാം എന്ന് പറയുകയും അൽഹംദുലില്ലാഹ് ഞാൻ ഉസ്താദിനെ സ്വാഗതം ചെയ്തു വന്നു. ഇന്ന് ഉസ്താദ് കുട്ടികൾക്ക് പരിശീലനം കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതിനും പഠനത്തിനോട് താല്പര്യം അവർക്ക് ആഗ്രഹം ഉണ്ടാകുന്നതിനുമൊക്കെ പര്യാപ്തമാകുന്ന നിലക്ക് ഈ അബ്ദുസ്സലാം മുസ്ലിയാർ ക്ലാസ് എടുക്കും. അത് ഈ യൂട്യൂബിൽ കൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്ന മനസ്സിനെ ഉണർത്തിക്കൊണ്ട് അവരുടെ ഭാവിയിൽ വലിയ പുരോഗതിയിലെത്തിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നാം ഈ യൂട്യൂബിൽ കൂടി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആകയാൽ ആർക്കും
ഇത് താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടാം. ഇതിൽ നമ്പർ കൊടുക്കും ഞങ്ങൾ 2 ഉസ്താദുമാരുടെയും. ഞാൻ ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. നല്ലൊരു ക്ലാസ്സാണ്, ആർക്കും സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും.